ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് വേരിയബിൾസിനെ കുറിച്ചാണ്. സോ നമ്മൾ മറ്റു പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകളിലൊക്കെ വേരിയബിൾസ് ഉപയോഗിക്കാറുണ്ട്. സോ വേരിയബിൾസ് നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട ഡാറ്റ സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടിയാണ്. സോ നമുക്ക് ആവശ്യമുള്ള സമയത്തൊക്കെ അത് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. അതുപോലെ അത് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാനും സാധിക്കും. സോ അതുപോലെ ബാഷിൽ നമുക്കങ്ങനെ ഒരു വേരിയബിൾ ഉപയോഗിക്കാമെന്നാണ് നമ്മൾ പഠിക്കുന്നത്. സോ വേരിയബിൾ നമുക്ക് ആദ്യം ഡിക്ലെയർ ചെയ്യുന്നതിന് നമുക്കൊരു വേരിയബിൾ നെയിം വേണം. സോ വേരിയബിൾ നെയിം ഉദാഹരണമായി ഞാനിവിടെ നെയിം എന്ന് കൊടുക്കുന്നു. അതിനുശേഷം ഇതിലോട്ട് നമുക്കൊരു വാല്യൂ അസൈൻ ചെയ്യണമെങ്കിൽ, നമ്മുടെ ഡാറ്റ അസൈൻ ചെയ്യണമെങ്കിൽ നമ്മൾ ഈക്വൽ ടു എന്ന് പറയുന്ന ഓപ്പറേറ്റർ ഉപയോഗിക്കുന്നു. സോ നമ്മൾ ഇതിലോട്ടൊരു പേരാണ് കൊടുക്കുന്നത്. സോ ഞാനിവിടെ ഒരു ഡബിൾ കോട്ടിനുള്ളിൽ ജോൺ എന്ന് കൊടുക്കുന്നു. ഓക്കെ. സോ ഇപ്പോൾ നെയിം എന്ന് പറയുന്ന വേരിയബിളിൽ ജോൺ എന്ന് പറയുന്ന വാല്യൂ നമ്മൾ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞു. സോ നമുക്കിനി ഈ ഒരു വേരിയബിളിലെ വാല്യൂ നമുക്ക് എങ്ങനെ പ്രിന്റ് ചെയ്യാമെന്ന് നോക്കാം. നമ്മുടെ ടെർമിനലിൽ നമുക്ക് എങ്ങനെ പ്രിന്റ് ചെയ്യാം. ഓക്കെ. സോ നമ്മൾ ഇവിടെ വന്നതിന് ശേഷം നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു, നമ്മൾ എക്കോ എന്ന് പറയുന്ന കമാൻഡാണ് ഉപയോഗിക്കുന്നത് പ്രിന്റ് ചെയ്യുന്നതിന്. സോ നമ്മളിവിടെ ഇത് പ്രിന്റ് ചെയ്യണമെങ്കിൽ നമ്മൾ $സൈൻ കൊടുക്കുക. അതിനുശേഷം നമ്മുടെ വേരിയബിൾ നെയിം കൊടുക്കുക. നെയിം എന്ന് കൊടുക്കുന്നു. ഞാൻ സേവ് ചെയ്യുന്നു. ഇവിടെ വന്നതിന് ശേഷം നമ്മുടെ ഫയൽ നമ്മൾ കോൾ ചെയ്യുന്നു. സോ ഫയൽ .sh എൻ്റർ ചെയ്യുന്നു. സോ നമുക്കിവിടെ ജോൺ എന്ന് ലഭിക്കുന്നു. സോ ഇവിടെ നമ്മൾ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് വേരിയബിൾ നെയിം നമുക്ക് ന്യൂമറിക് ആൽഫബറ്റ്സ് ഉപയോഗിക്കാം, അതുപോലെ നമ്പേഴ്സ് ഉപയോഗിക്കാം. ഓക്കെ. സോ ഒരിക്കലും നമ്മൾ നമ്പർ കൊണ്ട് സ്റ്റാർട്ട് ചെയ്യരുത്. ഈ ഒരു രീതിയിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യരുത്. ഉദാഹരണമായി നമ്മൾ ടു നെയിം എന്ന് ഇതുപോലെ സ്റ്റാർട്ട് ചെയ്യരുത്. സോ നമ്മൾ ഉദാഹരണമായി ഇങ്ങനെ കൊടുത്ത് സേവ് ചെയ്ത് നമ്മൾ റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഒരു എറർ വരുന്നതായിരിക്കും. ഓക്കെ. സോ നമുക്ക് നമ്പർ കൊണ്ട് സ്റ്റാർട്ട് ചെയ്യരുത്. ഓക്കെ. ഒരു ആൽഫബറ്റ് കൊണ്ട് സ്റ്റാർട്ട് ചെയ്ത ശേഷം നമുക്ക് നമ്പർ കൊടുക്കാം. ഉദാഹരണമായി നമുക്കിവിടെ N2AM എന്ന് കൊടുക്കാം. സോ നമ്മളിവിടെ N2AME എന്ന് കൊടുത്ത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതുപോലെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ജോൺ എന്ന് ലഭിക്കും. അതേസമയം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്പർ കൊണ്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 2NAM, അതുപോലെ നമ്മളിവിടെ നേരത്തെ നമ്മൾ ഇവിടെ 2NAM എന്ന് കൊടുത്തിട്ടില്ലായിരുന്നു, 2NAM സേവ് ചെയ്യാം. സോ ഈ ഒരു രീതിയിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നമുക്കിതുപോലെ എറർ വരുന്നതായിരിക്കും. സോ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഇവിടെ നെയിം എന്ന് കൊടുക്കുന്നു. സോ നമുക്ക് ഈ രണ്ട് ഡിലീറ്റ് ചെയ്യാം. ഈ രണ്ട് ഡിലീറ്റ് ചെയ്യാം. സോ ഇവിടെ നെയിം എന്നതിന് ശേഷം നമ്മൾ ഈക്വൽ ടു കൊടുത്ത ശേഷം നമ്മൾ ഇവിടെ സ്പേസ് കൊടുക്കരുത്. ഓക്കെ. അതുപോലെ ഈ ഈക്വൽ ടുവിന് ശേഷം ഇവിടെ സ്പേസ് കൊടുക്കരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ ബാഷിൽ നമ്മൾ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ ഈക്വൽ ടുവിന് മുമ്പും ശേഷവും നമ്മൾ ഇതുപോലെ സ്പേസോ മറ്റെന്തെങ്കിലും ക്യാരക്ടറോ കൊടുക്കരുത്. ഉദാഹരണമായി നമ്മൾ ഇതുപോലെ കൊടുത്ത് സേവ് ചെയ്ത് നമ്മളിവിടെ പ്രിന്റ് ചെയ്യാൻ ശ്രമിച്ചാൽ നമുക്ക് ഇതുപോലെ എറർ വരുന്നതായിരിക്കും. സോ ഇത്തരത്തിൽ നമുക്ക് വേരിയബിൾ ഡിക്ലെയർ ചെയ്യാം, വേരിയബിൾ പ്രിന്റ് ചെയ്യാം. സോ വേരിയബിൾ പ്രിന്റ് ചെയ്യുന്നത് നമ്മൾ ഇങ്ങനെ കൊടുക്കുന്നതിന് പകരമായി നമുക്ക് ഈ ഒരു രീതിയിലും കൊടുക്കാം. സോ ഇതുപോലെ ഒരു കർലി ബ്രാക്കറ്റിനുള്ളിൽ നമുക്ക് ഇതുപോലെ വേരിയബിൾ നെയിം കൊടുക്കാൻ സാധിക്കുന്നതാണ്. സേവ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ഈ ഒരു ഗ്യാപ്പ് നമുക്ക് ഡിലീറ്റ് ചെയ്യാം. സോ ഇങ്ങനെ കൊടുത്താലും നമുക്ക് സെയിം റിസൾട്ട് ആയിരിക്കും നമുക്ക് ലഭിക്കുക. സോ ഇതിന്റെ കൂടെ നമുക്ക് മറ്റു എന്തെങ്കിലും വേർഡ്സ് കൊടുക്കണമെങ്കിൽ, ഉദാഹരണമായി നമ്മളിവിടെ മറ്റു ടെക്സ്റ്റിന്റെ കൂടെ നമുക്കത് ജോയിൻ ചെയ്യണമെങ്കിൽ, ഓക്കെ. സോ നമ്മളിവിടെ മൈ നെയിം ഈസ് $സൈൻ നെയിം, ഓക്കെ. അതുപോലെ കോമ ഐ ആം. നമുക്കിവിടെ മറ്റൊരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യാം. സോ വേരിയബിൾ ഇവിടെ നമ്മൾ ഡാറ്റ ടൈപ്പ് മറ്റു സിയിലും C++ലൊക്കെ കൊടുക്കുന്ന പോലെ നമ്മൾ ഡാറ്റ ടൈപ്പ് ഇവിടെ ഡിഫൈൻ ചെയ്യില്ല. സോ നമുക്ക് ഏതൊരു ഡാറ്റയാണോ ആ ഡാറ്റ നമുക്ക് ഇതിലോട്ട് അസൈൻ ചെയ്യാൻ സാധിക്കും. ഉദാഹരണമായി നമ്മളുടെ ഏജ് നമ്മൾ നമ്പർ കൊടുക്കുന്നു. നമ്മളിവിടെ 20 എന്ന് കൊടുക്കുന്നു. ഓക്കെ. നമ്മളിവിടെ ഐ ആം $സൈൻ ഏജ് ഇയേഴ്സ് ഓൾഡ്. നമുക്കൊരു കോട്ടിനുള്ളിൽ കൊടുക്കാം. ഓക്കെ. സോ ഈ രീതിയിൽ കോട്ടിനുള്ളിൽ കൊടുക്കാം. സേവ് ചെയ്യാം. സേവ് ചെയ്ത് നമ്മൾ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ മൈ നെയിം ഈസ് ജോൺ, ഐ ആം 20 ഇയേഴ്സ് ഓൾഡ് എന്നതുപോലെ ലഭിക്കും. ഈ ഒരു തരത്തിൽ മറ്റ് ടെക്സ്റ്റിന്റെ കൂടെ നമുക്കിത് ഇതുപോലെ ജോയിൻ ചെയ്യാനും അല്ലെങ്കിൽ കൺകാന്റിനേറ്റ് ചെയ്യാനും സാധിക്കും. സോ പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുമ്പോൾ വേരിയബിൾ എന്ന് പറയുന്നത് കേസ് സെൻസിറ്റീവ് ആണ്. ഉദാഹരണമായി നമ്മൾ ഏജ് എന്ന് കൊടുക്കുന്നതും അതുപോലെ ഏജ് എന്ന് കൊടുക്കുന്നതും രണ്ടും വ്യത്യസ്ത വേരിയബിൾ ആയിട്ടാണ് കണക്കാക്കുന്നത്. സോ ഉദാഹരണമായി ഞാനിവിടെ ഏജ് 30 എന്ന് കൊടുക്കുന്നു. അതുപോലെ ഈ ഒരു രീതിയിൽ ഏജ് എന്ന് കൊടുത്താലും ഏജ് 25 എന്ന് കൊടുക്കുന്നു. ഇതെല്ലാം വ്യത്യസ്ത വേരിയബിളുകളായിട്ടാണ് നമ്മുടെ സിസ്റ്റം കണക്കാക്കുക. സോ നമ്മൾ സേവ് ചെയ്യാം. സേവ് ചെയ്തതിന് ശേഷം നമ്മളിവിടെ ഈ ഒരു ക്യാപിറ്റൽ A അതിനുശേഷം സ്മോൾ ലെറ്റർ. സോ സേവ് ചെയ്തതിന് ശേഷം ഈ ഒരു രീതിയിൽ നമ്മൾ
പ്രിന്റ് ചെയ്യാൻ ശ്രമിച്ചാൽ നമുക്കിവിടെ ഐ ആം 25 ഇയേഴ്സ് എന്ന് പറയുന്ന 25 എന്നാണ് ലഭിക്കുന്നത്. അതുപോലെ നമ്മൾ മുഴുവൻ ക്യാപിറ്റൽ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് 30യുടേതായിരിക്കും ലഭിക്കുക. സോ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഐ ആം 30 ഇയേഴ്സ് ഓൾഡ് എന്ന് ലഭിക്കും. ഇതാണ് കേസ് സെൻസിറ്റീവ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ നമ്മൾ സ്മോൾ ലെറ്ററിൽ എഴുതുന്ന വേരിയബിളും അതുപോലെ ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതുന്ന വേരിയബിളും വ്യത്യസ്ത വേരിയബിൾസ് ആയിട്ടാണ് നമ്മുടെ സിസ്റ്റം കണക്കാക്കുന്നത്. അതുപോലെ നമുക്ക് നമ്മുടെ പ്രോഗ്രാമിനുള്ളിൽ എന്തെങ്കിലും നോട്ട് എഴുതണമെങ്കിൽ, ഉദാഹരണമായി നമുക്കിവിടെ വേരിയബിൾസ് എന്ന് എഴുതാമെന്ന് കരുതുക. നമുക്ക് ഈ ഒരു രീതിയിൽ എഴുതാം വേരിയബിൾസ്. സോ വേരിയബിൾസ് എന്ന് എഴുതി നമ്മൾ സേവ് ചെയ്ത് നമ്മളിത് എക്സിക്യൂട്ട് ചെയ്താൽ നമുക്കിവിടെ ലൈൻ നമ്പർ 4ൽ ഒരു എറർ വരുന്നതായിരിക്കും. ഓക്കെ, ഇങ്ങനെ വരാതിരിക്കാൻ നമുക്കിവിടെ ഇതിനു മുമ്പിൽ ഒരു ഹാഷ് ടാഗ് കൊടുത്താൽ മതി. ഹാഷ് ടാഗ്. സോ ഇതിനെ നമ്മൾ കമന്റ് എന്നാണ് വിളിക്കുന്നത്. സോ നമ്മൾ പൈത്തോൺ പഠിച്ച സമയത്തൊക്കെ പഠിച്ച അതേ സംഭവമാണ്. സോ കമന്റ് നമ്മുടെ സിസ്റ്റം ഇഗ്നോർ ചെയ്യുന്നതായിരിക്കും, അത് എക്സിക്യൂട്ട് ചെയ്യുന്നതായിരിക്കില്ല. ഇനി നമ്മൾ സേവ് ചെയ്ത് നമ്മൾ നമ്മുടെ പ്രോഗ്രാം ഒന്ന് ക്ലിയർ ചെയ്യാം ടെർമിനൽ. ഓക്കെ, സോ നമ്മളൊന്ന് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഏത് റിസൾട്ട് ആണോ വേണ്ടത് ആ റിസൾട്ട് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ഈ ഒരു ലൈൻ നമ്പർ 4 ഇഗ്നോർ ചെയ്യുന്നതായിരിക്കും. സോ ഇത്തരത്തിൽ നമുക്ക് ഈ കമന്റ് ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ പ്രോഗ്രാമിനെ കുറിച്ചിട്ടുള്ള നോട്ട്സുകൾ നമുക്ക് എഴുതാൻ സാധിക്കും. ഇതുവരെ നമ്മൾ പഠിച്ചതൊക്കെ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുള്ള വേരിയബിൾ ആണ്, അഥവാ യൂസർ ഡിഫൈൻഡ് വേരിയബിൾ ആണ്. ഓക്കെ, സോ നമ്മൾ യൂസർ ഡിഫൈൻഡ് വേരിയബിൾസ്, ഉദാഹരണമായി നമ്മളിവിടെ കൊടുത്ത നെയിം ജോൺ എന്ന് പറയുന്നതൊക്കെ യൂസർ ഡിഫൈൻഡ് വേരിയബിൾ ആണ്. നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് സിസ്റ്റം ഡിഫൈൻഡ് വേരിയബിൾ ആണ്. സിസ്റ്റം ഡിഫൈൻഡ് വേരിയബിൾസ് കുറച്ച് ഉദാഹരണങ്ങൾ നോക്കാം. സോ സിസ്റ്റം ഡിഫൈൻഡ് വേരിയബിൾ എല്ലാം ക്യാപിറ്റൽ ലെറ്ററിലായിരിക്കും, ഫുൾ എല്ലാം അപ്പർ കേസിൽ അഥവാ ക്യാപിറ്റൽ ലെറ്ററിലായിരിക്കും ഉണ്ടായിരിക്കുക. ഉദാഹരണമായി നമ്മളുടെ എക്കോ നമ്മൾ ഹോം എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഹോം ഫോൾഡർ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. നമ്മൾ സേവ് ചെയ്ത് റൺ ചെയ്ത് നോക്കാം. റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഹോം യൂസർ, ഇതാണ് നമ്മുടെ ഹോം ഫോൾഡർ. അതുപോലെ നമ്മൾ ഇത് മാറ്റി ഹോമിന് പകരമായി നമ്മൾ PWD എന്ന് കൊടുത്തു കഴിഞ്ഞാൽ PWD വർക്കിംഗ് ഡയറക്ടറി, പ്രിന്റ് വർക്കിംഗ് ഡയറക്ടറി, നമ്മളിപ്പോൾ ഏത് ഡയറക്ടറിയിലാണ് ഉള്ളത്. സോ നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഹോം യൂസർ ഡെസ്ക്ടോപ്പ് എന്ന് പറയുന്ന ഡയറക്ടറിയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇവിടെ നോക്കിയാൽ നമുക്ക് കാണാം ഹോമിൽ നമ്മുടെ ഡെസ്ക്ടോപ്പ് എന്ന് പറയുന്ന ഡയറക്ടറിയിലാണ് നമ്മളുള്ളത്. സോ അതുപോലെ നമ്മൾ ബാഷ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ, ബാഷ് സേവ് ചെയ്യാം. ഇവിടെ ബാഷ് പ്രോഗ്രാം ഏത് ഫോൾഡറിലാണോ ഉള്ളത് ആ ഒരു ഫോൾഡർ നമുക്ക് ഇവിടെ ലഭിക്കുന്നതായിരിക്കും. സോ ഇതെല്ലാം സിസ്റ്റം ഡിഫൈൻഡ് വേരിയബിൾ ആണ്. സിസ്റ്റം ഡിഫൈൻഡ് വേരിയബിൾ എല്ലാം ഒരു ക്യാപിറ്റൽ ലെറ്ററിലായിരിക്കും ഉണ്ടായിരിക്കുക. സോ ഇത്തരത്തിൽ നമുക്ക് ബാഷ് സ്ക്രിപ്റ്റിംഗിൽ നമുക്ക് വേരിയബിൾസ് ഉപയോഗിക്കാം.